ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. വല്യേട്ടൻ്റെ കേരള ബോക്സ് ഓഫീസ് രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എന്തായാലും ആദ്യ ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരുന്നത് ഫൈനലായി വന്നത് 21 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം. എല്ലാ ട്രാക്കേഴ്സും ഇല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. സാധാരണ കാണുന്ന ട്രാക്കേഴ്സും അല്ല ചെയ്തിരിക്കുന്നത്. ആകെ രണ്ട് ട്രാക്കിംഗ് സൈറ്റിലൂടെയാണ്, അത് സൈറ്റ് മാത്രമാണ്, അതിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 21 ലക്ഷം രൂപയാണ് അവർ ട്രാക്കിങ്ങിലൂടെ വന്നിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 26 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷൻ ആദ്യ ദിനത്തിലേക്ക് വന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ, അതായത് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് ഏകദേശം 30 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ടെന്നുള്ള അറിവത് വേൾഡ് വൈഡ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഏറെക്കുറെ 32-35 റേഞ്ചിൽ ഉണ്ടാകാം. 32 എന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസനീയമായി എടുക്കാം എന്ന് തോന്നുന്നു. എന്നാലും രണ്ടാം ദിവസം നോക്കുമ്പോൾ അത്രത്തോളം മികച്ച ഒരു റെസ്പോൺസ് അല്ല സിനിമയ്ക്ക് കാണുന്നത്. രാവിലെ പല ഷോകളും വളരെ കുറഞ്ഞ ആളുകളിലൂടെ തന്നെയാണ് കടന്നുപോയത്. ട്രാക്കേഴ്സ് മുഖാന്തരം ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 9 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായിട്ട് രണ്ടാം ദിവസം ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഒരു 11-12 ലക്ഷം രൂപയോളം ഇതുവരെ വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അത് കേരള കളക്ഷൻ മാത്രമാണ്. ഓൾ ഇന്ത്യ കളക്ഷൻ നമുക്കൊരു 13 ലക്ഷം അല്ലെങ്കിൽ 14 ലക്ഷം രൂപ വരെ മാക്സിമം പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡ് ഇപ്പോഴും നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലാതെ പോവുകയാണ്. എന്താണെങ്കിലും ആദ്യ ദിനം 32-33 ലക്ഷം രൂപ നേടിയ സിനിമ ഇന്ന് 14 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. 45-50 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ. വലിയേട്ടൻ പോലെയുള്ള ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം എല്ലാവരും എടുത്തു പറയുന്നു, സിനിമയുടെ ദൃശ്യ മികവ് തന്നെയാണ്, അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയുമാണ് എല്ലാവരും തിയേറ്ററിൽ പറയുന്നത്. അതായത് വിരളമായിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് കിട്ടുള്ളൂ. പണ്ടിറങ്ങിയ സിനിമ അല്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ ആളുകളെല്ലാം തന്നെ പറയുന്നു അതിലും മികച്ച രീതിയിൽ ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ പല സംഭവങ്ങളും അന്ന് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൂടെ കണ്ട് മറന്നുപോയിരുന്ന സംഭവങ്ങൾ ഇത് കാണുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിരുന്നു ഇതിൻ്റെ ആ ഒരു രീതികൾ എന്നൊക്കെയാണ് ഒരുപാട് പേരുടെയും അഭിപ്രായങ്ങളിൽ വരുന്നത്. മോർണിംഗ് ഷോസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ രീതിയിലൊരു ഇടിവായിരുന്നുവെങ്കിൽ ഈവനിങ് ഷോസ് നമുക്ക് കാണാൻ കഴിയുന്നു നല്ല ലെവലിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് തിയേറ്ററിൽ തന്നെയാണ് ബുക്കിംഗ് ഇന്ന് നമുക്ക് ചെന്നപ്പോൾ കാണാനും കഴിയുന്നത്, ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ എറണാകുളം കവിതയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സീറ്റിങ്ങിന് എല്ലാത്തിനും ചാർജ് കുറഞ്ഞിരിക്കുന്നു. സോഫ ആണെങ്കിൽ ഏകദേശം 160 രൂപയ്ക്കാണ് കിട്ടുന്നത്, 200 രൂപയ്ക്ക് മുകളിലുള്ളതാണ്. അതേപോലെ തന്നെ ബാൽക്കണി 100 രൂപ ആ റേഞ്ചിലാണ്. അതേപോലെ താഴെ എല്ലാ സീറ്റുകളും 90 രൂപ 99 രൂപ റേഞ്ചിലാണ് എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് വലിയേട്ടൻ 2 ദിവസം കൊണ്ട് 50 ലക്ഷം കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണെങ്കിലും മൂന്നാം ദിവസത്തിലേക്ക് സിനിമ കടക്കുകയാണ്. ഇപ്പോൾ തന്നെ അഡ്വാൻസ് കളക്ഷൻ 4.5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.